ഇന്ന് എൻ്റെ 28ാമത്തെ ബർത്ത്ഡേ ആണ്, സെപ്റ്റംബർ 30. വീഡിയോ ഇടാനായിട്ട് കുറച്ച് വൈകിട്ടുണ്ട്. രാവിലെ അമ്പലത്തിലൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. പൂജയ്ക്ക് എടുക്കുന്ന കുറച്ച് പൂക്കളൊക്കെ പറിച്ചെടുത്തു. ഇവിടെ തെച്ചി, തുളസി, അങ്ങനെ നേരെ അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന സാരി ഉണ്ണിയായിട്ട് സെലക്ട് ചെയ്തതാണ്. സാധാരണ ഞാൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് മഞ്ഞ അങ്ങനെ എടുക്കാറില്ല പൊതുവേ. ഉണ്ണിയേട്ടനെ ഇഷ്ടപ്പെട്ടൊരു സാരിയായിരുന്നു, അപ്പോൾ അതങ്ങനെ വാങ്ങിയതാണ്. ലിങ്ക് വേണമെങ്കിൽ ഞാൻ കൊടുക്കാം കേട്ടോ. അമ്പലത്തിലേക്ക് പോയി തൊഴുതു നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. കുഞ്ഞുങ്ങൾക്ക് ചെറിയ ജലദോഷവും കഫക്കെട്ടൊക്കെ ആയിട്ടിരിക്കുന്നതുകൊണ്ട് അവർ അമ്പലത്തിലേക്ക് കൊണ്ടുപോയില്ല. തിരിച്ച് വന്നു. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നല്ല പഴുത്ത പഴം ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ, ഈത്തപ്പഴം. അപ്പം അത് ഇനി വെച്ച് കഴിഞ്ഞാൽ വെറുതെ പോകത്തേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് വേവിച്ച് ഉടച്ച് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഒന്ന് വീട്ടിലോട്ട് വന്ന് പോകുന്നുണ്ട്, എൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ അവിടെ പോകുമ്പോൾ അച്ഛനും അമ്മയ്ക്കൊക്കെ കൊടുക്കാം, അണ്ണനൊക്കെ ഉണ്ട് അവിടെ, അവർക്ക് കൊണ്ട് കൊടുക്കാം. പൊതുവെ ഇവിടെ ഈ ഏത്തപ്പഴം വെച്ചിട്ടുള്ള ഇതൊന്നും ആർക്കും വലിയ താല്പര്യമില്ല. അവിടെ എപ്പോഴും ഇവിടെ പഴം ഉള്ളതുകൊണ്ടാണ് ഉണ്ടാക്കി കഴിക്കുന്നേ ഉള്ളൂ, എന്നാൽ വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ അവിടെ അച്ഛനൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. പഴവും വേവിച്ച് അതിലോട്ട് ശർക്കരപ്പാനിയും കുറച്ച് അരിപ്പൊടിയും ഏലക്കാപ്പൊടിയും ജീരകപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് കുഴച്ചെടുത്തേ. എന്നിട്ട് അതിലോട്ട് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് അപ്പോൾ ആവശ്യത്തിന് മധുരം ഉണ്ടാവും. പിന്നെ തേങ്ങാക്കൊത്തും കൂടി ഇട്ടാൽ കുറച്ച് നല്ലതാണ്. നമ്മൾ ഈ ചക്ക അടയൊക്കെ ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെയാണ്. റവയ്ക്ക് പകരം അരിപ്പൊടി എടുത്തു എന്നേ ഉള്ളൂ. എന്നിട്ട് ഉരുട്ടിയിട്ട് ഒരു ഉണ്ട പോലെ ഉണ്ടാക്കി എടുത്തു കേട്ടോ. പഴം വെറുതെ കളയേണ്ട, ആരെങ്കിലും കഴിക്കുകയാണെങ്കിൽ കഴിച്ചോട്ടെ എന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടാക്കിയതായിരുന്നേ. ഒന്ന് അടച്ച് വെച്ച് അത് വേവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വെന്ത് വന്നപ്പോഴത്തേക്ക് നല്ല മയം ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കിഷ്ടമാണ് ഇങ്ങനെ പഴം വെച്ചിട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കുന്നത്. ഇലയുടെ പോലെയൊക്കെ ഉണ്ടാക്കാറുണ്ട്, അത് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ചായയൊക്കെ വെച്ച് കുഞ്ഞുങ്ങൾക്കും കഴിക്കാൻ കൊടുത്തു, ഞങ്ങളും കഴിച്ചു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ വീട്ടിലേക്ക് വന്നു കേട്ടോ. ബർത്ത്ഡേ വലിയ കാര്യമായിട്ടുള്ള സെലിബ്രേഷൻ ഒന്നുമില്ല. ഇതേ മാസം 16-ാം തീയതി ആയിരുന്നു കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ കാര്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ബർത്ത്ഡേ വലിയ കാര്യമായിട്ട് സെലിബ്രേഷൻ ഒന്നുമില്ല. ഉണ്ണിയേട്ടൻ എന്തെങ്കിലും ഗിഫ്റ്റ് തരാറുണ്ട്. 14 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങളുടെ റിലേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അന്ന് മുതൽ എല്ലാ ബർത്ത്ഡേക്കും എന്തെങ്കിലും ഗിഫ്റ്റ് തരാറുണ്ട്, എന്തെങ്കിലും കാര്യമായിട്ടുള്ള തന്നെ ഗിഫ്റ്റുകൾ തരാറുണ്ട് കേട്ടോ. അതുപോലെ ഈ വർഷം തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ക്യാമറയൊക്കെ അങ്ങനെ വാങ്ങി തന്നതായിരുന്നേ. പിന്നെ വീട്ടിലോട്ട് ചെന്നിട്ട് അച്ഛനും അമ്മയ്ക്ക് കഴിക്കാനൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അണ്ണൻ ശ്രീകുട്ടിയുടെ വീട്ടിലോട്ട് പോയിരിക്കുകയായിരുന്നു. അവർ വരാനായിട്ട് ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. രാത്രിക്ക് വേണ്ടിയിട്ട് മന്തി റൈസും അൽഫാമും ഉണ്ണിയേട്ടൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രാത്രി ആയപ്പോൾ എല്ലാവരും കൂടിയായിരുന്നു കഴിച്ചു. പിന്നെ ഞങ്ങൾ അണ്ണനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നേ. 10:30 ആയപ്പോഴത്തേക്കുമാണ് അണ്ണനൊക്കെ എത്തിയത്. യാമീനെ കണ്ടതോടെ യാമീൻ തന്നും കൂടെ കളി തുടങ്ങി. പിന്നെ ഒരുപാട് ലേറ്റായിട്ടാട്ടോ തിരിച്ച് പിന്നെ വീട്ടിലെത്തിയത്.